വിജ്ഞാന കേരളം തൊഴിൽദായക പദ്ധതി ജില്ലാതല റിസോഴ്സ് പേഴ്സൺമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. DPC ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. വിജ്ഞാന കേരളം, സമ്പദ് വ്യവസ്ഥ, നൈപുണ്യ വികസന ക്യാമ്പയിൻ എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുത്തു. അഭ്യസ്തവിദ്യരായ നമ്മുടെ നാടിനകത്തുള്ള ചെറുപ്പക്കാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു പ്രവർത്തനമാണ് വിജ്ഞാന കേരളം എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഈ പദ്ധതിയെ കാണുന്നത്. നമുക്കറിയാം, ഇതിന്റെ ഭാഗമായിട്ട് വലിയൊരു മാറ്റാണ് നമ്മുടെ നാടിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാടിനകത്തുള്ള ആളുകളും അല്ലെങ്കിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് തൊഴിൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ മേഖലയിലുള്ള ജോലികൾ മാത്രം തൊഴിലായി കാണുന്ന ആളുകളാണ് ഭൂരിഭാഗവും. എന്നാൽ അതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായ നിലയിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നും അത്തരത്തിലുള്ള സാധ്യതയിലൂടെ ഒരു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതും പല മേഖലയിലൂടെ നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാന്യ തോമസ് ഐസക് സാർ ഇത്തരത്തിലുള്ള വളരെ മാതൃകാപരമായ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനം വിജ്ഞാന കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിനകത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതിക്ക് KDISC സാങ്കേതിക സഹായം നൽകുന്നത്. നൂതന സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി സ്റ്റാർട്ടപ്പുകൾ വഴി വൈജ്ഞാനിക വ്യവസായങ്ങൾക്ക് അന്തരീക്ഷമൊരുക്കലും പദ്ധതിയുടെ ഭാഗമാണ്. CWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിലെ ആദ്യപടി. പരിശീലനം ലഭിച്ച റിസോഴ്സസ് പേഴ്സൺമാർ ഇതിന് മുൻകൈയെടുക്കും. തുടർന്ന് ജോബ് സ്റ്റേഷൻ മുഖേന തൊഴിലന്വേഷകരെ തൊഴിൽ ദാതാക്കളുമായി ബന്ധിപ്പിക്കും. അത് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടുന്നുണ്ട്. ഫൗണ്ടേഷനിൽ ഇന്ത്യനും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ജോലി കിട്ടുന്ന കോഴ്സ് അവിടെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും. വേറൊരു കോഴ്സ് പാസ്സായാൽ ക്രെഡിറ്റ് വേറെ കിട്ടും. എവിടെ ഇന്റർവ്യൂവിന് വലിയ കമ്പനി പോയാലും നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് ഉണ്ടെന്ന് നോക്കും. DPC ഹാളിൽ നടന്ന ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ വർക്ക് സ്പേസ് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച് TB അക്ബർ അലിയും കണക്ടിംഗ് തളിപ്പറമ്പ് കോർഡിനേറ്റർ ലിഷ ബിനോയും ക്ലാസ് എടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ M സുർജിത്ത്, കില ജില്ലാ ഫെസിലിറ്റേറ്റർ PV രത്നാകരൻ, KDISC DPM GP സൌമ്യ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി 180-ലധികം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.